ഹലോ. അപ്പോൾ അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ നമ്മളുള്ളത് തലശ്ശേരിയിലാണ്. അതായത് തലശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിന് നേരെ മുന്നിൽ കടപ്പുറത്തിലോട്ട് പോകുന്ന റോഡാണ് ഇത്. അപ്പോൾ ഇതാ നമ്മളെ തലശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇതെന്ത് ഹോസ്പിറ്റലിൻ്റെ അടുത്തൊന്നല്ലേ. അപ്പോൾ ഇച്ചിന് സുഖം ഉണ്ടായിരുന്നില്ല, നല്ല പനി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 9 മണിയാകുമ്പോഴത്തേക്ക് ഡോക്ടർ വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് കാണിച്ചാടുന്ന് ഇറങ്ങി. അപ്പോൾ അങ്ങനെ നേരത്തെ വന്നതുകൊണ്ട് പെട്ടെന്ന് കാണിച്ച്. അപ്പോൾ അങ്ങനെ കാണിക്കുകയും ചെയ്ത് നേരെ കടപ്പുറത്തോട്ട് ഇറങ്ങി കുറച്ച് സമയം അവിടെ നിന്ന്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് മീനിൻ്റെ ട്രോളിംഗ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകാനുള്ള വണ്ടിയൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻ വിൽക്കാനുള്ള ആൾക്കാർ ഒരു 2-3 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആളുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്ന രാവിലെ തന്നെ പോയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ അവിടുന്ന് നേരെ മാർക്കറ്റിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇതാണ് മാർക്കറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വണ്ടി കുറച്ചവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വണ്ടി അത് അവിടുന്ന് മീൻ വാങ്ങുവാൻ ഇറങ്ങി. അപ്പോൾ ഒരുപാട് മീനുണ്ടായിരുന്നു. അയില, മത്തി, അങ്ങനെ കുറേ മീനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞ് കരിമീൻ വാങ്ങിത്തരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് നോക്കി വാങ്ങി. അവിടുന്ന് മീനും വാങ്ങിയിട്ട് വരുന്ന വഴിക്ക് തൊട്ടിപ്പുറമുള്ള മീൻ വിൽക്കുന്ന ആളടുത്ത് ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അത് എന്തോ ഇളമ്പക്ക അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു. ഈ പേര് കവറിൽ കെട്ടിയിട്ടുണ്ടല്ലോ, അത് അതിൻ്റെ പേരെന്തോ ഇളമ്പക്ക അങ്ങനെ എന്തോന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല കൊഞ്ചെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനം കഴിച്ചിട്ടുള്ള ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം അറിയിക്കണേ. എൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ നേരെ അവിടുന്ന് മീനും വാങ്ങി വീട്ടിലോട്ട് ഇറങ്ങി. അപ്പോൾ അങ്ങനെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ജഗന്നാഥ ടെമ്പിളിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാ വർഷം പോകുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം പോകുന്നില്ല. അതായത് ഏട്ടന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഏട്ടൻ ഉണ്ടാവില്ല. അതുകൂടാണ്ട് ഇച്ചു ചെറുതാണ്. അപ്പോൾ ഇനി രാത്രി സമയത്ത് പുറത്ത് പോകുന്നില്ല. ചെറിയൊരു ഹെൽത്തിന് ബാധിക്കുന്ന പ്രശ്നം കൊണ്ട് പോവില്ല. നമ്മൾ വരുന്ന സമയത്ത് ഗേറ്റ് ലോക്കായിരുന്നു. റെയിൽവേ ഗേറ്റ്. അങ്ങനെ ട്രെയിന് പോയ ശേഷം അടന്ന് വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഞാനങ്ങനെ ട്രെയിനിൻ്റെ സൗണ്ടിൽ ഞാൻ കട്ടാക്കുന്നത് വെച്ചാൽ ഞാൻ സംസാരിക്കുന്നത് പിന്നെ ഒന്നും കേൾക്കില്ല. അപ്പോൾ അങ്ങനെ ട്രെയിനിൻ്റെ സൗണ്ട് കൊണ്ട് ഇച്ച് നല്ല ഉറക്കിലായിരുന്നു. അപ്പോൾ ആ സൗണ്ട് കൊണ്ട് പോകണം ഉറക്കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് നേരെ അങ്ങനെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഞാൻ വന്ന് കാണുന്നതാണ് ഇത്. അപ്പോൾ ആമിക്കുട്ടി രാവിലെ എണീച്ച് രാവിലത്തെ ചായയും കഴിഞ്ഞ് അമ്മമ്മ എന്നെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന സമയം കൊണ്ട് എന്നോട് പറഞ്ഞ് എനിക്ക് മുന്തിരി ജ്യൂസ് അടിച്ച് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ കുറച്ച് മുന്തിരി ബാക്കിയുണ്ടായിരുന്നു. അത് ജ്യൂസ് അടിക്കാൻ ഞാൻ പോയി. അപ്പോൾ അമ്മ അതായത് മഴക്കാലം തുടങ്ങുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള വിറക് ശേഖരണമാണ്. ഓലക്കണി, മട്ടൽ, വിറക് അങ്ങനെയുള്ളതെല്ലാം കിട്ടുന്ന സാധനം എല്ലാം മുറിച്ച് കൊണ്ടാക്കും. അട്ടത്ത് മൂളം കൊണ്ടാക്കും. അപ്പോൾ മഴക്കാലത്തൊക്കെ നല്ല സുഖത്തിൽ ഞാനും കത്തിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു. എൻ്റെ ജ്യൂസും അടിച്ച് അമ്മി കുട്ടിക്ക് കൊടുത്ത്. അപ്പോൾ അമ്മേനോട് ചോദിക്കുമ്പോൾ അമ്മ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും മോള് 2 ആൾ ജ്യൂസും കുടിച്ച്. നല്ല വെയിലത്തായിരുന്നല്ലോ പോയത്. അപ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടി. അപ്പം അങ്ങനെ അതും കഴിഞ്ഞ് ഇച്ചിനി മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു. മരുന്നും കൊടുത്ത് മക്കളെ നമ്മളങ്ങനെ ജ്യൂസ് കുടിച്ച് അമ്മിക്കുട്ടി അമ്മക്ക് പിന്നെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പോയി. അങ്ങനെ ഞാനും ജ്യൂസ് കുടിക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അഭിപ്രായം അറിയിക്കാനും മറക്കല്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.